ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറച്ച് തോനെ സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ പിന്നെ വേറെ ഒന്നിനും ഇരുന്നില്ല, അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇത്തിരി നേരം വൈകിണ്ടായിരുന്നു എത്തിയപ്പോൾ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടതൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. ഈ സ്വീറ്റ് കോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിട്ട്, എപ്പോൾ പോയാലും മേടിക്കുന്ന ഒരു സാധനമാണത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബ്രെഡ്, കേക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. കേക്ക് അങ്ങനെ അധികം കഴിക്കാറില്ല, വല്ലപ്പോഴൊക്കെ കഴിക്കാറുള്ളൂ. പിന്നെ നമ്മൾ വീറ്റ് ബ്രെഡാണ് കേട്ടോ അധികം ഉപയോഗിക്കാറ്. മറ്റേ വൈറ്റ് ബ്രെഡ് അങ്ങനെ ഉപയോഗിക്കുകയേ ചെയ്യാറില്ല. പിന്നെ സവാളയും ചെറിയ ഉള്ളിയൊക്കെ കൊട്ടയിൽ പരത്തിയിട്ട്, അല്ലെങ്കിൽ പൊട്ട മണം വരും കവറിന്ന് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ രാത്രിയത്തെ ഫുഡിൻ്റെ പരിപാടിക്ക് കടന്നു. ഗ്രീൻ പീസ് കറിയും ചപ്പാത്തി ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത്. ഗ്രീൻ പീസ് ഞാനിങ്ങനെ കുതിർത്തിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. പെട്ടെന്ന് ഉണ്ടാക്കാൻ നേരം വൈകിയ ദിവസങ്ങളിൽ എങ്ങോട്ടെങ്കിലൊക്കെ പോയി വന്ന ദിവസങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എനിക്ക് ഈ ഗ്രീൻ പീസ് കറി. ഇത് ചപ്പാത്തിക്കും നീർദോശയ്ക്കൊക്കെ മാച്ചായി പോവുകയും ചെയ്യും. അപ്പോൾ അത് വേഗം അടുപ്പത്ത് വെച്ചു. പിന്നെ രാത്രി ഫുഡിൻ്റെ കൂടെ വെജിറ്റബിൾസൊക്കെ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഞാൻ കട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ അതൊക്കെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ നിന്നു. ഒരു 10-12 ചപ്പാത്തി മതി കേട്ടോ നമുക്ക് 2 പേർക്കും കൂടിയിട്ട്. അപ്പോൾ അത്ര കുറച്ച് മതി. അപ്പോൾ അത് ഉണ്ടാക്കി. പിന്നെ കറി ഒന്ന് വറുത്തിടാണ്ടായിരുന്നു, അതും